വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിലെ 2-ാമത്തെ ഭാഗമാണ് ഈ എപ്പിസോഡ്. ഭഗവാൻ ഈ അധ്യായത്തിൽ ത്യാഗം, സന്യാസം എന്ന 2 വിധത്തിലുള്ള മനുഷ്യ മനോനിലകളെപ്പറ്റി അർജുനന് വിവരിച്ചു കൊടുക്കുന്നു. ത്യാഗത്തിലൂടെ സന്യാസവും സന്യാസത്തിലൂടെ മോക്ഷപദ പ്രാപ്തിയും സാധിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നു. കർമ്മത്തെ അല്ല നാം ത്യാഗം ചെയ്യേണ്ടത്, കർമ്മഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളെയാണ്. ഈ ത്യാഗമനോഭാവം മനസ്സിനെ ശുദ്ധീകരിച്ച് അഹന്താമമതാഭാവങ്ങളെ തന്നെ ഇല്ലാതെയാക്കി സന്യാസത്തിൽ എത്തിക്കുന്നു. കർമ്മങ്ങളെ ചെയ്യുകയും വേണം, കർമ്മഫലത്തെക്കുറിച്ച് ചിന്തകളെ ത്യജിക്കുകയും വേണം. തുടർന്ന് നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ മനഃശുദ്ധിക്കും അതിലൂടെ ആത്മീയ ഉന്നതിക്കും വഴിതെളിയിക്കുന്നത്. അതിനാൽ നമ്മുടെ കർമ്മങ്ങളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഭഗവാൻ വിശകലനം ചെയ്ത് പറയുന്നു. ശരീരവും മനസ്സും ബുദ്ധിയുമാണ് കർമ്മത്തിനുള്ള സാധനങ്ങൾ. ശരീരം, മനസ്സ്, വാക്ക് ഇവ കൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം 5 കാരണങ്ങളുണ്ട്. അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അധിഷ്ഠാനം നമ്മുടെ ശരീരം തന്നെയാണ്. ചെയ്യുന്ന ആൾ കർത്താവും ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മങ്ങൾ ചേഷ്ടകളും കരണം ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും ഇവയെയെല്ലാം കൂട്ടിയിണക്കി പ്രവർത്തിപ്പിക്കുന്ന ദൈവിക ആത്മശക്തി ദൈവവുമാണ്. ആദ്യമായി ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിനെ ത്യജിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഞാൻ എൻ്റേത് എന്ന അഹംഭാവവും ഒട്ടലുമാണ് കർമ്മബന്ധങ്ങളെ ഉണ്ടാക്കുന്നത്, കർമ്മങ്ങളല്ല. ആർക്ക് അഹങ്കാരവും ഒട്ടലുമില്ലയോ അവനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നതേയില്ല. ഉദാഹരണം, രാജ്യസ്നേഹിയായ ധീരയോദ്ധാവ്. അയാൾ യുദ്ധത്തിൽ എത്ര പേരെ വധിച്ചാലും അതിൽ നിന്ന് അയാൾക്ക് ഒരു വേദനയോ അല്ലെങ്കിൽ അമർഷമോ വികാരങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം രാജ്യസ്നേഹിയായ അവൻ മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ കടമയെയാണ് പൂർത്തീകരിക്കുന്നത്. തുടർന്ന് കർമ്മത്തിന് ആവശ്യമുള്ള കാരണങ്ങളെ ഭഗവാൻ പറയും. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ജ്ഞാനം അറിവ്, ജ്ഞേയം അറിയുന്ന വിഷയം, ജ്ഞാതാവ് അറിയുന്നവൻ. ഈ 3മാണ് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി കർമ്മം ചെയ്യാൻ ആവശ്യമുള്ളത് കരണം, അതായത് ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് ഇവയാണ്. ജ്ഞാനം, കർമ്മം, കർത്താവ് ഇവ ഗുണങ്ങൾക്കനുസരിച്ച് എങ്ങനെ മാറുന്നു? ഏത് ഗുണം ഏത് വിധത്തിലുള്ള ജ്ഞാനം തരുന്നു? ഏത് വിധത്തിൽ കർമ്മം ചെയ്യിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഭഗവാൻ ഇവിടെ വിവരിച്ചു തരുന്നു. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷിതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ആദ്യമായി സാത്വിക ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. എല്ലാ ജീവാത്മാക്കളിലും ഒരേ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്ന അറിവാണ് സാത്വിക ജ്ഞാനം. വലുതും ചെറുതുമായ തിരമാലകളെല്ലാം ഒരേ സമുദ്രജലത്തിൽ നിന്നുണ്ടാകുന്നത് പോലെ ഏകനായ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് സമസ്ത ജീവാത്മാക്കളും ഉണ്ടായിരിക്കുന്നത് എന്ന അറിവാണ് സാത്വിക ജ്ഞാനം. ഈ അറിവ് നേടിക്കഴിഞ്ഞ ജ്ഞാനി എല്ലാ ജീവാത്മാക്കളെയും സമഭാവനയോടെ കാണാനും എല്ലാവർക്കും സുഖവും ശാന്തിയും നൽകുന്ന കർമ്മങ്ങളെ ചെയ്യാനും തുടങ്ങുന്നു. മാനവസേവ മാധവസേവ എന്ന മനോഭാവത്തോടെ ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം സാത്വിക കർമ്മം.
ഇങ്ങനെ ഈശ്വര സമർപ്പണമായി ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ജ്ഞാനി സാത്വിക കർത്താവാണ്. തുടർന്ന് മുക്തസംഗോനഹംവാദീ ധൃത്യുത്സാഹസമന്വിതഃ സിദ്ധ്യസിദ്ധോർനിർവികാരഃ കർത്താ സാത്വികമുച്യതേ. സാത്വിക കർത്താവ് മുക്തനും അഹങ്കാരമില്ലാത്തവനും ജയപരാജയങ്ങളിൽ ഇളകാത്തവനും നിർവികാരനുമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരും. തുടർന്ന് രാജസജ്ഞാനം, രാജസകർമ്മം, രാജസകർത്താവ് ഇവയെ വിവരിക്കുന്നു. എല്ലാ ജീവാത്മാക്കളിലും വേറെ വേറെ ആത്മചൈതന്യമാണ് എന്ന തെറ്റായ ജ്ഞാനമാണ് രാജസജ്ഞാനം. ഏകനായ ആത്മാവിനെ പലതായി കാണുന്നു. അഹങ്കാരത്തോടും ഫലപ്രതീക്ഷയോടെയും രാഗദ്വേഷഭാവങ്ങളോടെയും തൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം വളരെ പണിപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസകർമ്മം. ഈ വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവൻ രാജസകർത്താവാണ്. അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യും. മൂഢധാരണകളോടെ ശരീരമാണ് എല്ലാമെന്ന ചിന്തയോടുകൂടി ആത്മാവിനെക്കുറിച്ച് അറിവില്ലാത്തവൻ താമസജ്ഞാനിയാണ്. തനിക്കോ മറ്റുള്ളവർക്കോ നന്മയുണ്ടാക്കണമെന്ന ചിന്തയില്ലാതെ അവിവേകത്തോടുകൂടി കർമ്മം ചെയ്യുന്നതാണ് താമസകർമ്മം. ഈ വിധത്തിൽ അലസനും അജ്ഞനുമായ കർത്താവ് താമസകർത്താവ്. അവൻ എന്നും ദുഃഖിയും അറിവില്ലാത്തവനുമായി ജീവിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. നമുക്ക് തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.